എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആ പിമ്മിന്റെ ഒക്കെ ബിസിനസ് എന്ന് പറയുന്നത് ഇങ്ങനെ കള്ളക്കടത്തൊക്കെ ആട്ടോ. അവന്മാരാണെങ്കിൽ എന്തൊക്കെയോ ഇല്ലീഗൽ ആയിട്ടുള്ള കുപ്പിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ വിൽക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ആണെങ്കിൽ പോലീസ് കണ്ടെടുക്കുക കേട്ടോ. ഇവന്മാർ എങ്ങനെയാണോ നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും കണ്ടുപിടിക്കുന്നത്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മളെല്ലാവരും പെടുന്ന തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചെയ്യാൻ കാണിക്കേ, എടാ നീ പേടിക്കണ്ട, ഇതിനൊരു വഴിയുണ്ട്, ഞാൻ പറയുന്ന പോലെ നീ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ശരിക്കും ഇതൊക്കെ വർക്കൗട്ട് ആവോ, അവനെ നമ്മൾ പെടുത്തിയാൽ അത് ശരിയാവോ എന്നൊക്കെയാണെങ്കിൽ ചോദിക്കുന്നുണ്ട്. ചെന്നാണെങ്കിൽ വീട്ടിൽ ഫ്ലവേഴ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവളാണെങ്കിൽ ഓടി വരാട്ടോ, ഞാൻ എന്താ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നേ നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു സാധനം മേടിച്ചപ്പോൾ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കിട്ടി, ഒന്ന് നീ വെച്ചോ ഒന്ന് ഞാൻ വെച്ചോളാം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്തിനീ ആവശ്യമില്ലാത്ത സാധനങ്ങൾക്ക് മേടിച്ച പൈസ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് നിനക്ക് അറിയില്ല എന്നൊക്കെയാണെങ്കിൽ അവനും പറയുന്നത് കേട്ടോ. അന്ന് നൈറ്റ് ഭയങ്കരമായിട്ട് ഇടിയും മഴയൊക്കെ പെയ്യും, അവൾക്ക് പേടിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ചെണ്ണി ഒന്നെൻ്റെ റൂമിൽ വരും, എനിക്ക് പേടിയാവും എന്നാണ് ഈ പറഞ്ഞത്. അവൻ അപ്പം തന്നെ അവളുടെ റൂമിലോട്ട് വരട്ടെ. ഇത് കണ്ട് നമ്മൾ ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക. അവനാണെങ്കിൽ നിലത്ത് കിടക്കുക. നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ചിലവര് കുഞ്ഞു പിള്ളേരെ പോലെ കരഞ്ഞ് നിലവിളിച്ചെന്നെ വിളിച്ചിങ്ങോട്ട് വരുത്തിയത്, വേണമെങ്കിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് കളിച്ചതും അവനാണെങ്കിൽ ചിരിക്കാട്ടോ. പിന്നെ നീ ഇല്ലാണ്ട് ഞാൻ ഉറങ്ങത്തില്ലാത്ത മാതിരിയാണല്ലോ നിന്റെ ഭർത്താവ്, എനിക്ക് നല്ല സൂപ്പറായിട്ട് നീ ഇല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്ന പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കിനെ ഒരു ഇടിയും മിന്നലങ്ങ് വന്നത്. അവളാണെങ്കിൽ കടന്ന് കരയുക കേട്ടോ. അവനാണെങ്കിൽ അവളുടെ അടുത്ത് തന്നെ വന്ന് കിടക്കാട്ടോ. മിയോമാണെങ്കിൽ ചെന്നിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് നീ എന്തിനാ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വെക്കും. ഞാനൊന്നും നിന്നെ നോക്കിയില്ലല്ലോ, നീ അല്ല എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവനടുത്തോട്ട് അവൾ വരുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ പെട്ടെന്ന് തടയും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തെപ്പോഴും വേണ്ട വേണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ വേണ്ടത് പറഞ്ഞാൽ വേണ്ട, അത് വേണ്ട എന്നാണെങ്കിൽ ഞാൻ വീണ്ടും പറയുമ്പോഴത്തേക്കിന് നീ എന്തൊക്കെയോ എന്നിൽ നിന്ന് മറിച്ച് വെക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് നോക്കിയപ്പോൾ ഞാൻ ഒന്നും തന്നെ നിന്നിൽ നിന്ന് മറിക്കുന്നൊന്നുമില്ല, എനിക്ക് ഒരു രഹസ്യങ്ങളും ഇല്ല, ഇനി ഉണ്ടെങ്കിൽ തന്നെ നിന്നോട് ഞാൻ എന്തായാലും പറയുന്നൊക്കെ ആണെങ്കിൽ പ്രോമിസ് ചെയ്യുക. എന്നിട്ട് അവളെ കടത്തി ഉറക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ ഒരു കോൾ വരും കേട്ടോ. അവളും പെട്ടെന്ന് എണീച്ചിട്ട് ആരെ ഈ രാത്രിക്ക് വിളിച്ചെന്ന് വെക്കും. അതെൻ്റെ ബോസാണ്, എന്തോ ഒരു ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കിന് പുറത്ത് നല്ല ഇടിയും മഴയൊക്കെയാണ്, നീ ഇപ്പോൾ പോകണ്ട, എൻ്റെ മനസ്സ് പറയുന്നു വേണ്ട പോകണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് എനിക്ക് പോയേ പറ്റുള്ളൂ, ഞാൻ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയുമ്പോഴത്തേക്കിനും നാളെ എനിക്ക് റിസൾട്ട് വരുന്ന ദിവസമാണ് എക്സാമിൻ്റെ, എന്തായാലും നീ എത്തണം, ആ ടൈമിനുള്ളിൽ വന്നേക്കണെന്ന് പറയുമ്പോൾ അവനും പിങ്കി പ്രോമിസും ചെയ്ത് പോകാൻ വേണ്ടി നിൽക്കുക. അവൾക്ക് ഭയങ്കര ടെൻഷനുണ്ട് മുഖത്ത്. നീ പേടിക്കൊന്നും വേണ്ട, എക്സാമിന് നീ നല്ല മാർക്ക് തന്നെ എടുക്കുക, അതുപോലെ എന്തായാലും ഞാൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ കൊടുത്ത് അംബ്രല്ല എടുത്തോണ്ട് അവനാണെങ്കിൽ ബൈക്കിൽ പോവാട്ടോ ബോസിൻ്റെ അടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട്. ഇവളപ്പം നൈറ്റ് വന്നിട്ട് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് സിസ്റ്റത്തിൽ എന്തെങ്കിലും എഴുതാന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിന് അവിടെ കറണ്ട് പോകും. ഈ സമയത്ത് ഇതിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. ഹീറോ ആണെങ്കിൽ നേരെ ആ ജിയാങ്ങിനെ കാണാൻ വേണ്ടിയാണ് വരുന്നത്. അയാളാണെങ്കിൽ ബിമ്മ ഇപ്പോൾ കുടുങ്ങിയിരിക്കുകയാണ്, നിന്നെ മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ, നീ എനിക്ക് വേണ്ടി ഈ ഒരു ഹെൽപ്പ് അവസാനമായിട്ട് ചെയ്യണം, അതിനുശേഷം നിനക്ക് ഇഷ്ടമുള്ളിടത്തോട്ട് നീ പോയിക്കോ എന്നൊക്കെ അയാൾ കാല് പിടിക്കുന്ന രീതിയിൽ പറഞ്ഞതും ഓക്കെ ഞാൻ നിങ്ങൾ പറയുന്നിടത്തോട്ട് പോവാന്ന് പറഞ്ഞിട്ട് അവൻ എങ്ങോട്ടൊക്കെ പോകുന്നു കേട്ടോ. മിയോ ആണെങ്കിൽ നേരെ ഒരു കഫേയിലോട്ട് വന്നേക്കോട്ടോ, അവളുടെ റിസൾട്ട് വരാനായി, അത് നോക്കാനൊന്നും പറഞ്ഞുകൊണ്ട്. മോളെ രാവിലെ 4 മണി ആയതേ ഉള്ളൂ, 8 മണിക്ക് റിസൾട്ട് വരുള്ളൂ എന്ന് പറയുമ്പോൾ സോറി അങ്ങനെ എനിക്ക് കുറച്ച് ടെൻഷൻ അതാ വന്നതെന്നും പറഞ്ഞുകൊണ്ട് അവൾ നേരെ കമ്പ്യൂട്ടർ മുന്നിൽ ഇരുന്നിട്ട് ചെന്നിനെ പറ്റി ആലോചിക്കുന്നു. പിന്നെ അവളുടെ മനസ്സിൽ തോന്നുന്നൊക്കെ ആണെങ്കിൽ അവൾ അതിനകത്ത് ടൈപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് പുറത്തൊക്കെ ആണെങ്കിൽ ഭയങ്കര ബഹളം കേൾക്കുക, എവിടെയോ തീ പിടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അവളും വേഗം പോയി നോക്കുന്നുണ്ട്. കുറേ പേര് മരിച്ചതായിട്ടൊക്കെ ഇപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിലായിരിക്കും നമ്മുടെ ഹീറോ പോയേക്കുന്നത്, ഇതൊക്കെ അറിയാം. ചെൻ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അലറിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. പോലീസുകാരാണ് എങ്ങനെയൊക്കെ അവളെ പിടിച്ചു നിർത്തുന്നത്. അപ്പോഴത്തേക്കിന് ചെന്നിനെ അവിടുത്തെ പോലീസ് ഓഫീസറൊക്കെ ആണെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷിച്ച് പുറത്തോട്ട് കൊണ്ടുവരിക. പിന്നീട് അവിടെ എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. കുറേ നാൾക്ക് ശേഷം നമ്മുടെ ചെന്നാണെങ്കിൽ മിയോനെ കൂട്ടിക്കൊണ്ട് നേരെ എയർപോർട്ടിലോട്ട് വന്നേക്കോട്ടോ. അവളെ ആണെങ്കിൽ കോളേജിൽ വിടാൻ വേണ്ടിയിട്ട് വേറൊരു സിറ്റിയിലാണ് അവൻ അപ്ലൈ ചെയ്ത് വിട്ടത്. നീ എന്തിനാ എനിക്ക് ഇവിടെ തന്നെ അഡ്മിഷൻ എടുത്തതെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നീ ഇനി അവിടെ നിന്ന് പഠിച്ചാൽ മതി, അത്യാവശ്യം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടായി ഞാൻ നിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, 4 വർഷം കോളേജ് കഴിഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള ജോലിയൊക്കെ ചെയ്തോ, ഇനി ഇങ്ങോട്ടേക്ക് വരുന്നു പോരുത് എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് നീ എന്താ ചെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്, നമുക്ക് ഇവിടെ നിൽക്കാമെന്നല്ലേ ഞാൻ പറഞ്ഞത്, നിനക്ക് എന്നോട് ഇപ്പോൾ ആ പഴി ഇഷ്ടമൊന്നുമില്ല, നമുക്ക് ഇടയിൽ നന്നായിട്ടല്ലേ പോയിക്കോട്ടിരുന്ന് വെക്കുമ്പോഴത്തേക്കിന് അവനാണെങ്കിൽ നിനക്കെന്താ വട്ടുണ്ടോ, നിന്നെ ഞാൻ പ്രേമിച്ചതോ നിന്റെ വിചാരം, ഇതുവരെ നടന്നേക്കെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ നീ അങ്ങ് മറന്നേക്ക്, നീനിപ്പോൾ ഇവിടുന്ന് പോയിക്കോ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിനും അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് മുന്നോട്ട് നടന്നവളാണെങ്കിൽ പിന്നെ വന്നിട്ട് അവനിട്ട് നല്ലൊരു അടിയും വെച്ച് കൊടുത്തിട്ട് പോവാട്ടോ. അവനും അപ്പോൾ വിളിച്ച് പറയുന്നുണ്ട് ഇനി തിരിച്ച് ഈ സിറ്റിയിലോട്ട് വരണം, ഞാൻ ഇവിടെ ഉണ്ടാവില്ല, നീ പോയിക്കോണം എന്നൊക്കെയാണെങ്കിൽ പറയുക. ഇവർക്കിടയിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്, എന്ത് ഇവനിങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നൊന്നും അറിയില്ല, അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, അതൊന്നും നമ്മളിപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ഹീറോ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയിട്ടില്ല, കാരണം അവനെ ഫോൺ നമ്പറൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെ ഇവള് പഠിത്തം കഴിഞ്ഞ് ഇപ്പോൾ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് 6 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും നമ്മുടെ ഹീറോ തേടിയിട്ട് അവൻ്റെ വീട്ടിലോട്ട് വന്നത്. അതാണ് നമ്മൾ ഫസ്റ്റ് സീനിൽ കാണിച്ചത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ പ്രസന്റ് നടക്കുന്നോട്ട് കാണിക്കാൻ തുടങ്ങുക. ഇവള് വീട്ടിൽ വന്നത് അവനെ തീരെ പിടിച്ചിട്ടില്ല. അവളെ തിരിച്ച് ഫ്ലൈറ്റ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടോ എന്ന് വിളിച്ച്
വിളിച്ചു ചോദിക്കുമ്പോഴത്തേക്കിന് കോള് കിട്ടുന്നില്ല കേട്ടോ. അപ്പൊ അവളാണെങ്കിൽ നീ ഏത് കാലത്തെ ഈ ജീവിക്കുന്നത്? ഇപ്പൊ 2025 ഇപ്പോഴും ലാൻഡ് ലൈൻ ആണോ നീ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ച് കളിയാക്കുമ്പോഴത്തേക്കിന് അവന് നല്ല ദേഷ്യം വന്നിട്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കും കേട്ടോ. എന്തിനാ വന്നേന്ന്? ഞാൻ ഇവിടെ ആയിരിക്കും നിൽക്കുക, ഞാൻ ഇനി എങ്ങോട്ടേക്കും പോകാൻ പോകുന്നില്ല, നീ എന്തേലും കാണിക്കും, ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാന്ന് പറഞ്ഞു നേരെ അവളുടെ റൂമിൽ പോയിട്ട് അവളുടെ ബാഗൊക്കെ പാക്ക് ചെയ്തവൻ പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ. ഓ ഇതിപ്പോ എടുത്ത് കളയാൻ വേണ്ടി പോവാ, നീ അത് കളഞ്ഞു, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ നിന്റെ ഷർട്ട് എടുത്ത് ഉപയോഗിച്ചോളാം, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഉടുപ്പ് എടുത്ത് കളയാട്ടോ എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് നീ എന്ത് ചെയ്യാൻ ഈ ട്രൈ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഞാൻ ഒന്നും ചെയ്യാൻ ട്രൈ ചെയ്യുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കുന്ന പറഞ്ഞേ എന്നും പറഞ്ഞോണ്ട് അവള് നേരെ റൂമിൽ പോവാട്ടോ. ഓ ഇവളെ ഞാൻ എങ്ങനെ ഓടിച്ചു വിടുന്നു പറഞ്ഞോണ്ടാട്ടോ അവൻ നിൽക്കുന്നത്. ഇപ്പം നീ ഇവിടെ നിൽക്കുന്ന സ്ഥിതിക്ക് വീടൊക്കെ വൃത്തിയാക്കണ്ടേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവൻ കുടിച്ച കുറെ കുപ്പിയും സിഗരറ്റൊക്കെ ഉണ്ടാവും, അതൊക്കെയാണ് എടുത്ത് പെറുക്കി കളയാട്ടോ. എന്നിട്ട് വാഷ്റൂമിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിന് മീ അവിടെ ഉണ്ടാവും. അവിടെ കണ്ടെന്ന് പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കുക. നീ എന്താ ഈ ചെയ്യുന്നത്? ഒരു ഡ്രസ്സെങ്കിലും ഇട്ടുകൂടെ നിൽക്കുമ്പോഴത്തേക്കിന് നീ ഇത്രയും വലുതായില്ലേ എന്നിട്ടൊന്നും അറിയാത്ത പോലെയൊക്കെ നിൽക്കുന്നത്. അവനാണെങ്കിൽ പെട്ടെന്ന് അവന്റെ ഷർട്ട് ഊരി അവളുടെ മേത്തോട്ട് ഇട്ട് കൊടുക്കട്ടോ. നീ എന്തേ കാണിക്കുന്നത്? നിന്റെ തുണി കഴുകാനുണ്ടെങ്കിൽ നീ വല്ല വാഷിംഗ് മെഷീനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാസ്ക്കറ്റിൽ ഇട്ട് വെക്കണം, അല്ലാതെ എന്റെ മേത്തൊന്നും ഇടുന്ന പരിപാടി കാണിക്കടാന്ന് പറഞ്ഞിട്ട് അവന്റെ മേത്തേന്ന് എറിഞ്ഞു കൊടുക്കും. ഇതൊക്കെ അവൻ കണ്ടിട്ടും അവളെങ്ങനെ നോക്കിയിട്ട് പയ്യെ അവിടെ പോയിട്ട് ഇരിക്കാട്ടോ. അപ്പത്തേക്കിനും അവൾ അങ്ങോട്ടേക്ക് വരുമോ, ഒരു വെള്ളം കുടിച്ചിട്ട് എടാ നിന്റെ ലൈറ്റർ ഉണ്ടോ സിഗരറ്റ് വലിക്കാന്ന് പറയുമ്പോഴത്തേക്കിന് എന്ത് നീ ഇതൊക്കെ എപ്പോഴാ പഠിച്ചത്, എവിടുന്ന് പഠിച്ചത് നോക്കിയപ്പോ നീയല്ലേ എന്നെ വേറെ അടുത്തോട്ട് പറഞ്ഞു വിട്ടാ. അവിടുന്ന് എനിക്ക് നല്ല നല്ല ശീലങ്ങളൊക്കെ ആയിട്ടുണ്ട്, ഞാനിങ്ങനെ ആവാൻ വേണ്ടി കാരണം നീയാണ്, നീ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയത് എന്നും പറഞ്ഞിട്ട് അവളങ്ങ് പോയതോ. അവന് ഒരുമാതിരി വിഷമാവാട്ടോ. എന്നിട്ട് ഇവള് കടന്നിറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും ജനലാണെങ്കിൽ കടന്ന് അടിച്ചുകൊണ്ടിരിക്കുക. അതടയ്ക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും ചെന്ന് എവിടെയോ പോകുന്നതാണെങ്കിൽ അവള് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവള് പോയിട്ട് ഒരു കബോർഡ് ആണെങ്കിൽ തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ചെന്നിന്റെ ഒരു ഫോൺ ആണെങ്കിൽ കിട്ടുക. അതിനകത്ത് അവളുടെ ഫസ്റ്റ് 2 ലെറ്റർ ആയിരിക്കും അതിന്റെ ബാക്കിൽ ഉണ്ടാവുക. അത് കണ്ടത് അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പൊ ഇവക്ക് അറിയുന്ന ആരോ ഇവളെ വിളിച്ചിട്ട് നീ സേഫ് അല്ലേന്ന് നോക്കുമ്പോഴത്തേക്കിനും ആടെ ഞാൻ സേഫ് ആണ്, ഞാനിപ്പോ എന്റെ ബ്രദറിന്റെ വീട്ടിലുള്ളതെന്ന് പറയുമ്പോ നിനക്ക് ബ്രദറുള്ള കാര്യം എന്താ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവളും പറയാണ് എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, ഞങ്ങൾ പിണങ്ങിയിരിക്കായിരുന്നു, ഇപ്പൊ ഒന്ന് വന്നിട്ട് ഇവിടെ നിൽക്കാന്ന് വെച്ച് വന്നേ എന്നൊക്കെയാണെ പറയുന്നുണ്ട്. ചെന്നാണെങ്കിൽ ഇപ്പൊ അവന്റെ ആ ഗെയിമിംഗ് സെന്ററിൽ വന്നിട്ട് ഉറങ്ങുക കേട്ടോ. അപ്പൊ അവനാണെങ്കിൽ അന്ന് ആ ഒരു ബിൽഡിങ്ങിന്റെ ഫയർ ഒക്കെ ഉണ്ടായില്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അവിടെ എന്താ സംഭവിച്ചത് ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പൊ അവിടേക്കാണെങ്കിൽ കെന്നു വരുവാ. നീ എന്താണ് ഇവിടെ കിടന്നുറങ്ങുന്നത്? വീണ്ടും നിനക്ക് ഡിപ്രഷൻ വന്നോ? എന്താ മോചനാണ് ഇപ്പോഴും നിന്റെ പ്രശ്നം, അവള് വന്നോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കിനും ആടെ അവള് വന്നു എന്ന് പറയും. ഞാൻ ചുമ്മാ ചോദിച്ചത്, ശരിക്കും അവള് വന്നാ? അപ്പൊ എന്തിനാ അവള് ഇങ്ങോട്ടേക്ക് വന്നേന്ന് നോക്കുമ്പോഴത്തേക്കിനും എന്തോ വെക്കേഷൻ ലീവ് അങ്ങോട്ട് കിട്ടിയതാ, കുറച്ച് ദിവസത്തിനുള്ളിൽ പോകുന്ന പറഞ്ഞേ, എന്തായാലും അവൾ ഇവിടെ നിർത്തണം, വേഗം തന്നെ നീ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം അവൾ ഇവിടെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് പോകണമെന്ന്, ഞാൻ അതിന് ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നീയോ ആണെങ്കിൽ ഒരു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കോ കേട്ടോ. അപ്പൊ അവിടുത്തെ ആളും പറയാണ് മോൾ ഇപ്പൊ സമയമില്ല, അതൊക്കെ നോക്കണം എന്നൊക്കെയാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് അങ്കിൾക്ക് എന്റെ വീടിന്റെ ചവി നന്നായിട്ട് ആക്കാൻ അറിയാലോ എന്നാണ് ഈ പറയുമ്പോഴായിരിക്കും ഇയാൾ ശ്രദ്ധിക്കുന്നത്. മിയോ നീ വന്നോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നേ എന്നാണ് ഈ ചോദിക്കുന്നുണ്ട്. അന്നൊരു ഫയർ ഉണ്ടായില്ലായിരുന്നു, ഹീറോ വരെ ഒരു ബിൽഡിങ്ങിൽ പെട്ടെ. അപ്പൊ ഇവളാണെങ്കിൽ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അലറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഈ അങ്കിൾ അവിടെ ഉണ്ടാവും കേട്ടോ. അവളോട് പറഞ്ഞിട്ടുണ്ടാവും മോളെ ഭയങ്കരമായിട്ട് തീ ആളി കത്തുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും പോകണ്ട, അവൻ എന്തോ ഫയൽ എടുക്കാൻ വേണ്ടി പോയതാ എന്നൊക്കെയാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവേ. അങ്ങനെ ഇവളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നാ ശരിയെങ്കിൽ ഞാൻ പോവാ, താക്കോല് റെഡിയാക്കി എന്നും പറഞ്ഞിട്ട് അവളങ്ങ് പോകുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ കാർ എടുത്ത് പോകുന്ന കാണും. പെട്ടെന്ന് തന്നെ അവന്റെ വണ്ടിക്കകത്ത് കയറിയിരിക്കും. നീ എന്താ എന്റെ കാറ് കയറിയിരിക്കുന്നത്, ഇറങ്ങി വേഗം ഇറങ്ങുന്ന പറയുമ്പോഴത്തേക്കിന് എന്താ എനിക്ക് കാറ് കയറാൻ പാടില്ലെന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് നീ എപ്പോഴും തിരിച്ചു പോകുന്നതെന്ന് ചോദിക്കും. എന്ത് 2 ദിവസം പോലും ആയില്ല ഞാൻ വന്നിട്ട്, അതിനു മുമ്പ് ഞാൻ പോകുന്ന കാര്യമാണ് ചോദിക്കുന്നത്. എന്തായാലും ഞാൻ പോകും ഒരു ദിവസം, അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ എനിക്ക് തീർക്കായിട്ട്, അത് കഴിഞ്ഞിട്ട് ഏതായാലും ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും കൂടി ആണെങ്കിൽ വീട്ടിൽ വരുമ്പോഴത്തേക്കിന് ചെന്നാ ലൈറ്റ് വീണ്ടും പോയി, ഞാൻ നേരാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് കയറുമ്പോഴത്തേക്കിന് നിൽക്കി ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അവൻ നേരാക്കട്ടോ. നിന്റെ ആ പീടിയൊക്കെ മാറി നോക്കുമ്പോൾ 6 വർഷം കഴിഞ്ഞു എല്ലാം തന്നെ മാറും എന്നാണെങ്കിൽ പറയും കേട്ടോ. അപ്പൊ ഇവനാണെങ്കിൽ ഒരു മെസ്സേജ് വരും. അവൻ ഇങ്ങോട്ട് പോകുന്ന കണ്ടത് നീ ഫുഡ് കഴിക്കുന്നില്ലെന്ന് നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഞാൻ അവളുടെ അടുത്തോട്ടാ പോകുന്നത്. അതിന് നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ, ഫുഡ് കഴിക്കുന്നില്ലേ എന്നല്ല ഞാൻ ചോദിച്ചുള്ളൂ. ഇത് നോക്കിക്കേ, വീണ്ടും ഞാൻ നിന്നെ പ്രേമിക്കാതൊന്നും വന്നേന്ന് നീ വിചാരിച്ചേക്കല്ലേ, അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മായ്ച്ചു കളഞ്ഞേര് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കോള്. ഇപ്പൊ ആ ജയ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇയാള് ഇപ്പോഴും ആ പഴയ തട്ടിപ്പും പരിപാടിയായിട്ട് നല്ല പദവിയിൽ തന്നെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ പുതിയൊരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്. അയാളാണെങ്കിൽ പറയാണ് ഞാനിപ്പോ പുതിയ ഡീല് വെക്കാൻ പോകുന്നത് ജിന്നെന്ന് പറഞ്ഞ ഒരുത്തന്റെ അടുത്തുന്ന എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ ആണെങ്കിൽ കാണിച്ചു കൊടുക്കും. അതിൽ നമ്മുടെ ചെന്നിന്റെ ഫോട്ടോ ഉണ്ടാവും. ഇത് കണ്ടത് ജയാങ് പറയുക, ആ ജിന്നിനെ എനിക്കറിയില്ല, പക്ഷെ ആ ചെന്നിനെ എനിക്ക് നന്നായിട്ട് അറിയാം, അവനെനിക്ക് പല വർഷങ്ങളായിട്ട് അറിയാം, അവൻ നല്ലൊരു പയ്യനാണ്, വിശ്വസിച്ച് എന്ത് കാര്യം ഏൽപ്പിക്കാം. പക്ഷെ അവനിപ്പോ എല്ലാത്തിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുകയാണ്, അതിനെന്തെങ്കിലും വഴി ഉണ്ടാക്കാൻ ചെന്നിനെ എങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുവരാം എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിന് ആ
പാർട്ട്ണർ പറയാണ്, ഓ നല്ല വിശ്വസ്തതയുള്ള ഒരുത്തനാണെങ്കിൽ അവനെ തന്നെ ഈ ബിസിനസ്സിന് നല്ലത് എന്നൊക്കെയാണെങ്കിൽ പറയും കേട്ടോ. ചെന്നാണെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയായിട്ട് വന്നേക്കുന്നത്. അവൻ ഒരുപാട് കുടിക്കുന്ന കണ്ടെന്ന് കെന്നാണെങ്കിൽ പറയുന്നുണ്ട്, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ അച്ഛനെ പോലെ നീ ആവലെന്നല്ലേ, എന്നിട്ട് എന്തിനാണ് നീ ഇത്ര കുടിച്ചോണ്ടിരിക്കുന്നത്, നീ തിരിച്ചു വന്നേ പിന്നെ നീ ഇങ്ങനെയാണല്ലോ എന്നൊക്കെയാണെങ്കിൽ പറയുന്നുണ്ട്. അപ്പൊ ചെന്നൈ ഈ നാട്ടിൽ കുറെ നാളായിട്ട് ഉണ്ടായിട്ടില്ല, ഇപ്പോഴും കണ്ടാട്ടോ വന്നത്. അപ്പൊ അവിടേക്കാണെങ്കിൽ ആ ഗാങ്സ്റ്റേഴ്സ് ടീമിലെ ഒരു ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ടീം ഫസ്റ്റ് എപ്പിസോഡിൽ വരെ നമ്മുടെ ഹീറോ കത്തിയൊക്കെ കാട്ടി പേടിപ്പിച്ച് ആ ചെറുക്കൻ്റെ ബോസിനെയും കൂട്ടിക്കൊണ്ട് ആ പയ്യൻ അങ്ങോട്ടേക്ക് വരാം കേട്ടോ. എടാ നിന്നോടൊരു ഡീല് സംസാരിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. നിന്റെ ഗെയിമിംഗ് സെൻറ്ററിൽ ഞങ്ങൾ പറയുന്നൊരു സംഭവം കൊണ്ടുവെക്ക്, അതിൽ ഫുൾ പെർസെൻറ്റേജ് പൈസ ഞങ്ങൾക്ക് തരേണ്ട, ഒരു 30% കമ്മീഷൻ ഞങ്ങൾക്ക് തന്നാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ, നിങ്ങൾ പറയുന്ന ഒരു കുന്തവും എൻ്റെ ഗെയിമിംഗ് സെൻറ്ററിലോട്ട് ഞാൻ കൊണ്ടുവരാനും പോകുന്നില്ല, നിങ്ങളൊന്നും ആ പരിസരത്ത് അടുപ്പിക്കത്തുമില്ല, ഞാൻ ആ ഗെയിമിംഗ് സെൻറ്റർ നടത്തുന്നത് തന്നെ എൻ്റെ 2 ഫ്രണ്ട്സിന് വേണ്ടി ഉള്ളതാ എന്നാണ് ഈ പറയുമ്പോഴത്തേക്കിന് അയാളാണെങ്കിൽ പേടിപ്പിക്കുക കേട്ടോ. അങ്ങനെ 2 ടീമിൻ്റെ ഇടയിൽ ഒരു അടിയാവുന്നുള്ള നിലയിലിരിക്കുമ്പോഴത്തേക്കിന് അവിടേക്കാണെങ്കിൽ ഒരു പെങ്കൊച്ച് വരുവാ. ഇവളുടെ പേര് ലീ നാട്ടോ. നേരെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട്, ഓ ഇന്ന് ഞാനാണ് ലൈറ്റായി, അതുകൊണ്ട് പെനാൽറ്റി ആയിട്ട് ഞാൻ ഈ ബിയർ കുടിച്ചോളാം എന്നിട്ട് അവളാണെങ്കിൽ കുടിക്കും കേട്ടോ. അപ്പം ആ ഡ്രാഗണിലെ ആ ബോസില്ലേ അയാളാണെങ്കിൽ എന്നാൽ പിന്നെ ഒന്നും കൂടി കുടിക്കുന്ന പറഞ്ഞിട്ട് നിർബന്ധിക്കുമ്പോഴത്തേക്കിന് തന്നെയാണെങ്കിൽ നിങ്ങൾ വെറുതെ അവളെ ശല്യപ്പെടുത്താൻ നിർത്തണ്ടെന്ന് പറഞ്ഞിട്ട് അവളുടെ ഡ്രിങ്ക് ആണെങ്കിൽ അവനാണെങ്കിൽ കുടിക്കും. ഈ ലീ എന്ന് പറഞ്ഞ പെണ്ണാ തോന്നുന്നു നമ്മുടെ ഹീറോ നേരത്തെ ഹീറോയിനോട് പറഞ്ഞ ഗേൾ ഫ്രണ്ട്. അവനാണെങ്കിൽ എന്നിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. നല്ലോണം കുടിച്ചിട്ട് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങും കേട്ടോ. ആ ലീ എന്ന് പറഞ്ഞ പെങ്കൊച്ച് വരെയാണെങ്കിൽ, സോറിയുടെ ഞാൻ കാരണമല്ല നീ കുടിച്ച്, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോഴത്തേക്കിന്, അതൊന്നും വേണ്ട നീ ഇവിടേക്ക് വന്നതിന് ഞാനാണ് താങ്ക്സ് പറയേണ്ടത്, അതുകൊണ്ട് നീ വീട്ടിൽ പോയിക്കോന്ന് പറയുമ്പോഴത്തേക്കിന് അവന്മാർ പറയാണ് ഞങ്ങൾ ചെന്നൈനെ കൊണ്ടാക്കിക്കോളാന്ന്, എന്നാലും ഞാൻ കൂടെ വരാമെന്ന് പറയുമ്പോഴത്തേക്കിന് വേണ്ട നീ പോയിക്കോ, നിന്റെ ചേട്ടൻ നിന്നെ കാത്തിരിക്കുന്നു പറഞ്ഞിട്ട് ആ പെങ്കൊച്ചിനാണെങ്കിൽ കൊണ്ടുവിടുക കേട്ടോ. ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണ്ടേ, എൻ്റെ വീട്ടിലോട്ട് നിന്നെ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കിന് വേണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്ന് പറയും. അവിടെ അവളില്ലേന്ന് നോക്കുമ്പോഴത്തേക്കിന് അതൊന്നും സാരല്ല എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്ന് പറയുമ്പോഴത്തേക്കിന് അവന്മാർ അവൻ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കിന് ഒരിടത്ത് ഇരുന്നിട്ട് എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞത് കെന്നാണെങ്കിൽ വെള്ളം മേടിക്കാൻ വേണ്ടി പോവാട്ടോ. അപ്പം അവിടേക്കാണെങ്കിൽ നമ്മുടെ ഹീറോയും വരും. ആൻറ്റി ഒരു ബിയർ വേണമെന്ന് പറഞ്ഞിട്ട് മോളെ പുറത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞതും അവളത് എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും കെന്ന് ഇവളെ കാണുക. ഇവളിങ്ങനെ ബിയർ മേടിച്ചിരിക്കുന്നുണ്ട്. അവനാണെങ്കിൽ ഷോക്കാവുക. നീ ഇതൊക്കെ പഠിച്ചു കുടിക്കാനൊക്കെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഞാനിപ്പോൾ സിറ്റിയിലാണ്, അവിടുത്തെ വർക്ക് പ്രഷറിൽ ഇതൊക്കെ കുടിച്ചില്ലെങ്കിൽ എനിക്ക് സർവേ ചെയ്യാൻ പോലും പറ്റില്ല, നിനക്ക് ഞാൻ ഒരു ബോട്ടിൽ പറയട്ടെ എൻ്റെ ചിലവായിട്ട് എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കിനും വേണ്ട അവിടെ ഓൾറെഡി ചെന്നാണെങ്കിൽ ഒരുപാട് കുടിച്ചിട്ട് വയ്യാതിരിക്കാന്ന് പറഞ്ഞതും ആണോ എന്നാ നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് പോയി നോക്കാൻ വേണ്ടി വരും കേട്ടോ. ഇനി നിങ്ങൾ പോയിക്കോ ഞാൻ ഇവനെ കൊണ്ടുപോയിക്കാളെന്ന് പറയുമ്പോഴത്തേക്കിനും നിനക്ക് ഇപ്പോഴും ഇവനോട് കെയർ ഉണ്ടോ ചോദിക്കും. ഞങ്ങൾ ഒരേ ഫാമിലിയാണ്, അപ്പം ഞാൻ ഇവനെ കെയർ ചെയ്ത് പിന്നെ ആര് നോക്കാനാ, അതുപോലെ എൻ്റെ നമ്പർ മാറ്റിയിട്ടുണ്ട്, നീ എൻ്റെ പുതിയ നമ്പർ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് കെന്നിന് അവളുടെ നമ്പറൊക്കെ കൊടുത്തിട്ട് അവനെ കൂട്ടിക്കൊണ്ട് അവൾ വീട്ടിലോട്ട് വരിക. അവനെ അവിടെ ഇരുത്തിയിട്ട് അവൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കിനും മിയോ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു പറയുമ്പോഴത്തേക്കിന് അവൾ വന്നിരിക്കും കേട്ടോ. എനിക്കറിയാം ഞാൻ ചെയ്യുന്നതൊക്കെ തെറ്റാന്ന്, വീട്ടിലിരുന്ന് കുടിക്കാനോ കുടിച്ചിട്ട് വരാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആവണ്ടെന്ന് പറയുമ്പോഴത്തേക്കിന് അവൾക്കൊരുമാതിരി ആവും കേട്ടോ. എന്നിട്ട് അവളങ്ങ് റൂമിൽ പോവുകയും ചെയ്യും. അവൻ അവിടെ തന്നെ കടന്നു ഉറങ്ങും കേട്ടോ. അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോഴത്തേക്കിനും മിയോനെ കാണുന്നുണ്ടാവില്ല. അവൻ കുറേ വിളിച്ചെങ്കിൽ അവിടെ ഇങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ കാറിൻ്റെ എന്തോ പാർട്സ് വാങ്ങാൻ വേണ്ടി വരുമ്പോഴത്തേക്കിനും അവിടെ മിയോ ഇരിപ്പുണ്ടാവും. അതും അവളാണെങ്കിൽ ഒരു പുതിയ കാർ വാങ്ങാൻ വേണ്ടി വന്നിരിക്കുക. നമ്പർ പ്ലേറ്റ് ഒക്കെ എനിക്ക് വേഗം തന്നെ വേണം, പൈസ ഒക്കെ ഞാൻ തന്നേക്കെ, EMI അടിച്ചോ എന്നൊക്കെയാണെങ്കിൽ അവിടെ പറയുന്നൊക്കെ ഇവൾ കേൾക്കുക. ഇവളെന്താ കാറ് വാങ്ങുന്നതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്, പെട്ടെന്ന് പോകുന്നല്ല പറഞ്ഞേ, എന്നിട്ട് എന്തിനാ ഇവർക്ക് ഈ കാറ് ഇങ്ങനോട് കള്ളം പറഞ്ഞാണോ, കാറ് ഓടിച്ച് കഴിഞ്ഞാൽ ഇവൾ ഇവിടെ തന്നെ സെറ്റിൽ ആവുമെന്ന് പേടിച്ചിട്ട് അവനാണെങ്കിൽ നേരെ കെന്നിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുകയാണ്, എടാ പുതിയതായിട്ട് ഒരാൾ ഒരു സിറ്റിയിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ കാറൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വയ്ക്കുമ്പോഴത്തേക്കിന് ഒരുപക്ഷെ അയാൾ ആ സിറ്റി തന്നെ ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും കാർ മേടിച്ച് വെറുതെ ടാക്സിക്ക് പൈസ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്നാണേ പറയുമ്പോഴത്തേക്കിന് അന്ന് ഞാനിന്ന് മിയോനെ കണ്ടു, അവൾ കാർ മേടിക്കാൻ നിൽക്കുവാടാ, അവൾ ഇവിടുന്ന് പോകുന്നില്ലെന്നാ തോന്നേ, എന്നാൽ പിന്നെ നിനക്ക് അതിനെപ്പറ്റി അറിയണമെങ്കിൽ അവളോട് വിളിച്ചു ചോദിക്കുന്നു അറിയാം, അതിന് അവളുടെ നമ്പറൊന്നും എൻ്റെ കയ്യിലില്ല. ഓ എൻ്റെ കയ്യിലുണ്ട് നമ്പർ എന്നും പറഞ്ഞിട്ട് അവന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ WeChat ഒക്കെ ഉണ്ടാവില്ല അവരുടെ നാട്ടിൽ, അതിലാണെങ്കിൽ ആഡ് ഫ്രണ്ട് എന്നും പിന്നെ ബ്ലോക്ക് ലിസ്റ്റ് ഒന്നും കാണും കേട്ടോ. ആ 2 ഓപ്ഷൻ അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആഡ് ഫ്രണ്ട് എന്നുള്ളതിൽ നമ്മുടെ കെന്നാണെങ്കിൽ നെക്കി വിടും. നീ എന്നെ പരിപാടിയാണ് കാണിച്ചത് പറഞ്ഞിട്ട് അവനെ അടിക്കും കേട്ടോ. ഒരേ വീട്ടിലുള്ള ആൾക്കാർ എന്നിട്ട് എന്നെ എന്തിനാണ് തല്ലുന്നത്, അവളോട് ഡയറക്റ്റ് ചാറ്റ് ചെയ്ത് ചോദിക്കുക എന്നാണെങ്കിൽ പറയും. എന്നിട്ട് ഇവനാണെങ്കിൽ പയ്യെ ഒളിപ്പിച്ചൊക്കെ എന്തോ മെസ്സേജൊക്കെ അയക്കുക കേട്ടോ. കെന്നാണെങ്കിൽ പയ്യെ നോക്കുമ്പോഴത്തേക്കിനും ഒരു ഹായ് ആണെങ്കിൽ അയച്ചേക്കുക. അയ്യ ഇതായിരുന്നു ഇത്ര രഹസ്യമായിട്ട് അയച്ചുകൊണ്ടിരുന്നത് എന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും പെട്ടെന്നൊരു മെസ്സേജ് വരും. 2 പേരാണെങ്കിൽ പോയി നോക്കുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ നിങ്ങൾ ആരാന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് റിപ്ലൈ കൊടുത്തേക്കുക കേട്ടോ. എടാ നീ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ഒക്കെ മാത്രമേ നോട്ട് പോലും ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കെന്നാണെങ്കിൽ ഞാൻ കുറേ വഴക്ക് പറയുന്നുണ്ട്.
നീ വന്നിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്കിന് അവൻ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാട്ടോ. കിച്ചണെ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെയാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കൈ കഴുകിയിട്ട് കഴിക്കാനിരിക്കുന്നു പറയും കേട്ടോ. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇന്ന് എവിടെ പോയേ എന്ന് ചോദിക്കുമ്പോൾ ബാറിലാണ് പോയെന്ന് പറയും ഈ ഡ്രസ്സ് കേട്ടിട്ടോ. അവളാണെങ്കിൽ ചോദിക്കുക കേട്ടോ, നീ ഇന്ന് എന്നെ കാർ ഷോറൂമിൽ വെച്ച് കണ്ടല്ലേ, അതുകൊണ്ടാണ് എന്നെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഈ ഡിഷൊക്കെ ഉണ്ടാക്കി വെച്ച് എന്നെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ. അതെ, നീ എന്താ തീരുമാനിച്ചേക്കുന്നത്? ഇവിടെ വന്നപ്പോൾ തൊട്ട് നീ തിരിച്ചു പോകുന്ന രീതിയിലൊന്നും പെരുമാറുന്നില്ല. നീ കുഞ്ഞു കൊച്ചൊന്നല്ലല്ലോ, നമുക്ക് ഒരുമിച്ച് എന്തായാലും നിൽക്കാനൊന്നും പറ്റില്ല എന്നാണ് ഞാൻ പറയുമ്പോഴത്തേക്കിന് അവളാണെങ്കിൽ എൻ്റെ റൂമിലെ ജനൽ തീരെ ശരിയില്ല, കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാഷ്റൂമിൻ്റെ കാര്യം പറയണ്ട, അതൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കി ചില സെറ്റപ്പ് എല്ലാം അവിടെ ആക്കാനുണ്ട്, അതൊക്കെ നീ എനിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി തരണം എന്ന് പറയുമ്പോഴത്തേക്കിനും ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് അവൻ ഇറങ്ങിപ്പോവും. അപ്പോഴത്തേക്കിന് അവളാണെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ, നീ ഒന്ന് പെട്ടെന്ന് വീട്ടിലോട്ട് വന്ന് എൻ്റെ കൈ മുറിഞ്ഞിരിക്കുക, എനിക്ക് പ്ലേറ്റ്സ് ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ മെസ്സേജ് കണ്ടത് അവനാണെങ്കിൽ കുറേ രാത്രി വരെ ഒരിടത്ത് ഇരുന്നിട്ട് പയ്യെ വീട്ടിലോട്ട് കയറുമ്പോഴത്തേക്കിനും പാത്രമൊക്കെ അതേപോലെ കിടക്കുക കേട്ടോ. അവനാണെങ്കിൽ രാത്രി ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവൾ അങ്ങോട്ട് കയറും. ഞാനൊന്നും ഇതൊന്നും കഴുകി വെക്കാൻ മടിയായിട്ടൊന്നല്ല നിന്നോട് പറഞ്ഞത്, ശരിക്കും എൻ്റെ കൈ മുറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കിനും ചെറിയൊരു തൊലി പോയതാട്ടോ. അപ്പോഴത്തേക്കിനും അവനാണെങ്കിൽ ഒരുമാതിരി നോക്കും, എന്നിട്ട് പറയാട്ടോ ഇത് ചെറിയ സിറ്റിയാണ്, നീ ഇപ്പം എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുമ്പോഴത്തേക്കിന് അവൾ നേരെ റൂമിൽ പോയിട്ട് മ്യൂസിക് കേട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കട്ടോ. അവന് ഒരുമാതിരി നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ചില സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഹീറോ കടയിൽ വന്നേക്കോട്ടോ. കെന്നു വരുന്നുണ്ട്. നാട്ടുകാർ മൊത്തം പേടിപ്പിച്ച് കിടക്കുന്നത്, നീ എന്തിനാണ് അവളെ കാണുമ്പോഴത്തേക്കിനും പേടിക്കുന്നത് വയ്ക്കുമ്പോഴത്തേക്കിനും അവളോട് എന്തിനാണ് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ചുമ്മാ കടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. എത്രയും പെട്ടെന്ന് നമ്മുടെ ഇവിടുന്ന് പറഞ്ഞു വേണ്ട, നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നോ? എടാ, നിന്നെ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, നിനക്കറിയാൻ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് നിന്റെ വീട്ടിലൊന്നും വന്ന് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും ഹീറോ ഒരുമാതിരി നോക്കും കേട്ടോ. എന്നിട്ട് ഇവൻ നേരെ വീട്ടിൽ വന്നിട്ട് അവൾ പറഞ്ഞല്ല ജനലൊക്കെ നേരാക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അവളിങ്ങനെ അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അവൾ വേറെ ആണെങ്കിൽ ഒരുമാതിരി നോട്ട് നോക്കിയത്, നീ എനിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വന്നിട്ട് അവളെ പറഞ്ഞു വിടുമ്പോഴത്തേക്കിനൊക്കെ എന്നെ അങ്ങോട്ട് കയറും കേട്ടോ. എവിടെ ഒരു പ്രശ്നമുണ്ട്, ആ ഡ്രാഗിൻ്റെ ആൾക്കാർ വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക, ഞാനാണെങ്കിൽ അവിടെ പെട്ടിരിക്കുക, നീ ഒന്ന് വരണം എന്ന് പറഞ്ഞത്. അവനാണെങ്കിൽ അവൻ്റെ കൂടെ പോകുന്നതാണെങ്കിൽ ഹീറോയിൻ ഒരുമാതിരി നോക്കിയവന്മാരെന്തോ ഒപ്പിക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ചെന്നങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അവിടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അവന്മാർ നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്തിനും ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന വയ്ക്കുമ്പോൾ ഞാൻ ഇന്നലെ നിന്നോടൊരു ഡീല് സംസാരിച്ചില്ലേ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ബിസിനസ് ചെയ്യാം, നീ എനിക്ക് തന്നേക്കുന്നാണെങ്കിൽ പറയുമ്പോഴത്തേക്കിനും നിന്നോട് ഇന്നലെ ഞാൻ അതിനോട് മറുപടി തന്നല്ലേ, ഇത് എൻ്റെ ഇതൊന്നും അല്ല, ഈ സെൻറ്റർ നടത്തി തന്നെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടുന്ന് പോയിക്കോ പറയുമ്പോഴത്തേക്കിനും നീ ഞാനും ഇനി പാർട്ട്നേഴ്സ് ആയില്ലെങ്കിൽ ഞാൻ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുക്കും, നീ ഇവിടെ ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് അല്ല ഈ സെൻറ്റർ വെച്ച് ചെയ്യുന്നുണ്ടെന്ന് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന പറഞ്ഞത്. ഹീറോ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും നീ ചെയ്തോന്ന് പറയും. എൻ്റെ പുറകിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാതെയാണ് നീ എന്നോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് പറയുമ്പോഴത്തേക്കിന് ഹീറോ ആണെങ്കിൽ വന്നിട്ട് അവനെ പേടിപ്പിക്കാട്ടോ. ഞാൻ ആരാന്ന് നിനക്കറിയില്ല, ഞാനിപ്പോൾ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നതേ എങ്ങാനും എൻ്റെ ഉള്ളിലുള്ള അതൊക്കെയാണെങ്കിൽ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ ജീവനോട് പോവില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ആ ജയാങ് അങ്ങോട്ടേക്ക് വരും കേട്ടോ. ഇവരെ കണ്ടതും ആ ഡ്രാഗൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിന്ന് പേടിച്ച് ഓടി പോകുന്നുണ്ട്. നിന്നെ എത്ര വിളിച്ചാലും നീ എടുക്കത്തില്ലല്ലോ ഫോണ്, അതുകൊണ്ടാണ് നേരിട്ട് കണ്ട് സംസാരിക്കാൻ വന്നേ. നിങ്ങളിവിടെ വന്നതിന് നന്ദിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനി ഗെയിമൊന്നും കളിക്കത്തില്ല, കാരണം എൻ്റെ കൈക്ക് നല്ല മുറിവുണ്ട് പറയുമ്പോഴത്തേക്കിനോ ഞാനതൊന്നും കളിക്കാനല്ല നിന്നെ വിളിച്ച്, ജസ്റ്റ് ഒന്ന് കാണാൻ വന്നേന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും കേട്ടോ. അപ്പം അവിടെ തന്നെ എന്തോ തിങ്സ് ഒക്കെ വാങ്ങുന്ന പോലെ നിന്നിട്ട് ഹീറോയിൻ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അവിടെയുള്ള ആൾക്കാരോടും നൈസായിട്ട് നമ്മുടെ ചെന്നൈൻ്റെ ഗെയിമിംഗ് സെൻറ്ററിനെ പറ്റി ചോദിക്കാം കേട്ടോ. ഇതെന്താ ഇവിടെ എങ്ങനെ നടക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിന് അതൊരു ഗെയിമിംഗ് സെൻറ്ററാണ്, കുറേ നാളായിട്ട് അതിലെ ഓണറാണെങ്കിൽ ഈ നാട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വന്നേ, അതും ഒരു 3 വർഷത്തോളം ഇപ്പോഴാണ് ഇവിടേക്ക് വന്നേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഹീറോയിൻ ആണെങ്കിൽ അതിശയവാ, 3 വർഷമായിട്ട് അവൻ ഇവിടെ ഇല്ലായിരുന്നു, അപ്പോൾ അവൻ എവിടെയായിരിക്കും പോയേ എന്നുള്ള രീതിയിൽ. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഡ്രിങ്ക്സ് വെച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് അവനങ്ങോട്ട് വരും കേട്ടോ, അവനും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കാം കേട്ടോ, 3 വർഷമായിട്ട് നീ നാട്ടിൽ നിന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്, അപ്പോൾ എവിടെ നീ ഉണ്ടായിരുന്ന ബിമ്മിൻ്റെ കൂടെ ആയിരുന്നോ എന്നാണ് ചോദിക്കുമ്പോൾ ബിമ്മുമായിട്ടുള്ള കണക്ഷനൊക്കെ വിട്ടിട്ടേ ഞാൻ ഇവിടെ വന്നതെന്ന് പറയും. അപ്പം അത്രയും നാൾ നീ ആരുടെ കൂടെ ആയിരുന്നു എന്ന് അവൾ ചോദിക്കുമ്പോഴത്തേക്കിന് അവനൊന്നും മിണ്ടാതെ കയ്യിലുണ്ടായിരുന്ന സ്ക്രൂ ഡ്രൈവർ വെച്ച് കയ്യിലൊക്കെ കൂടെങ്കിൽ കുത്തുന്നുണ്ട് കേട്ടോ. അതോടെ എപ്പിസോഡ് കഴിയുക. അടുത്ത എപ്പിസോഡായിട്ട് എത്ര വേണ്ട തരാം. അതുവരെ ബൈ ബൈ.